വീട് ഒരു സ്വപ്നം മാത്രമായി ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു ജനത. സമൃദ്ധിയുടെ വെട്ടവും വെളിച്ചവും അതിരിനു പുറത്തുനിന്ന് കാണാൻ വിധിക്കപ്പെട്ടവർ. അവരുടെ ചാരനിറം പൂണ്ട ജീവിതത്തിലേക്ക് ഒരാൾ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ചിറകുകൾ വീശിയെത്തി. കേരളത്തിലെ അരികുപറ്റി ജീവിച്ച മനുഷ്യരുടെ ജീവിതത്തിൽ വീട് എന്ന സ്വപ്നം കേവലം സ്വപ്നമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും തെളിയിച്ച ഒരാൾ. ലക്ഷം വീട് എന്ന പദ്ധതിയിലൂടെ അടിസ്ഥാനവർഗ മനുഷ്യർക്ക് ചുറ്റും സുരക്ഷയുടെ മതിലുയർത്തിയ ഒരാൾ. എം.എൻ. ഗോവിന്ദൻ നായർ. വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് നടന്നുകൊണ്ടേയിരുന്ന ഒരു നേതാവായിരുന്നു എം.എൻ. ഗോവിന്ദൻ നായർ. പിറന്ന ചുറ്റുവട്ടത്തിന്റെ സമൃദ്ധിയും സമ്പന്നതയും ആഘോഷിക്കുന്നതിനപ്പുറം തിരസ്കൃതമായ ചടച്ച മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സമർപ്പണമെന്ന ചൂട്ടുകറ്റയുമായി എം.എൻ. കയറിച്ചെന്നത് പുതിയ പാഠമായിരുന്നു. കേരളം അധികം കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ ചരിത്ര പാഠങ്ങൾ. ഗാന്ധിയൻ ജീവിത രീതിയിലൂടെ കമ്മ്യൂണിസത്തിന്റെ ആഴങ്ങൾ തേടിയ യാത്രയായിരുന്നു എം.എൻ്റേത്. അച്ഛൻ നാരായണപിള്ള, അമ്മ കുഞ്ഞിലക്ഷ്മി അമ്മ. 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അന്ന് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലം. 1956 മുതൽ 1959 വരെയും 1970 മുതൽ 1971 വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം സെക്രട്ടറി. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വിജയശില്പി. 2 തവണ മന്ത്രിയായി. കൃഷി, വൈദ്യുതി, ഗതാഗതം, ഭവന നിർമ്മാണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അവിസ്മരണീയമായ നടപടികൾ നടപ്പിലാക്കി. 1977 ലോക്സഭാംഗമായി. കേരള ക്രൂഷ്ചേവ് എന്നും അറിയപ്പെട്ടു. ജനയുഗം, KPSC തുടങ്ങിയവയുടെ തുടക്കത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. എം.എൻ. എന്ന് പറഞ്ഞാൽ അവരൊക്കെ എൻ്റെ കുടുംബ അംഗങ്ങളെ പോലെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ട്. തമാശ പറയും, കളിയാക്കും, തമാശയാക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ എം.എൻ. ആണെങ്കിലും അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാത്ത ആൾക്കാരാരുമില്ല. PR നമ്പ്യാർ വരെ, TC നാരായണൻ നമ്പ്യാർ വരെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ്. എം.എൻ. ഒന്നും ഒരു കാര്യമായിട്ട് എടുക്കണ രാഷ്ട്രീയത്തിലല്ല, നമ്മളുടെ സൗഹൃദത്തിലാകുമ്പോൾ നമ്മളോട് കുളിച്ചോ ഉണ്ടോ എന്തെണ്ണ തേച്ചത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് നാടൻ ശൈലിയിലായിരുന്നു മൂപ്പരുടെ വർത്തമാനം. പക്ഷേ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ ഒരു അപരിചിതനായിട്ട് എനിക്ക് എം.എനെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് വരും, എം.എൻ. വീട്ടിലേക്ക് വരും. എൻ്റെ വീട് പറളിയാണ്. പറളിക്ക് പാലക്കാട്ടേക്ക് പോകുമ്പോൾ പറളിയിലേക്ക് വന്നിട്ട് എൻ്റെ വീട്ടുകാരെ കണ്ടിട്ടാണ് പോവുക. അപ്പോൾ അന്ന് അവിടെ വലിയൊരു കോറിഡോറുണ്ട് പറളിയിൽ തന്നെ. അപ്പോൾ അവിടെ നെല്ലിങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നെ ബേബീനെ വിളിക്കുള്ളൂ. എന്നെ വീട്ടിലൊക്കെ എല്ലാവരും അങ്ങനെ വിളിക്കുക. ബേബി എമ്മിയാണ് കേട്ടോ. അവിടെ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ, ഞാൻ തിരുവനന്തപുരത്താണ് അറിയാം, അവിടെ നെല്ലിങ്ങനെ പുഴുങ്ങി പരത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ജമ്മിയാണ്, ജമ്മിത്വം തൊലയട്ടെ പറഞ്ഞിട്ട് ജമ്മിയാണല്ലേ. ഞാൻ പറഞ്ഞു അല്ല കേട്ടോ, ഭക്ഷണം കഴിക്കാൻ കുറച്ച് ചെറിയൊരു പാടുണ്ട് എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു തമാശയിൽ പറയുന്ന ഗൗരവം ഞാൻ കണ്ടിട്ടേ ഇല്ല. എം.എൻ. ഗൗരവത്തിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പന്തളത്തു നിന്നും അധികം ദൂരമില്ല ചേരിക്കൽ ശ്രദ്ധാവിലാസം സ്കൂളിലേക്ക്. അവിടം നമ്മെ ആഴമുള്ള ചരിത്രകാലത്തെ ഓർമ്മപ്പെടുത്തുന്നു. ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ സാമൂഹ്യമായ തിരസ്കാരം അനുഭവിച്ച ഒരു ജനത. അന്ന് ചേരിക്കലേക്ക് പുറം ലോകത്തു നിന്നും ആരും കടന്നു ചെല്ലുമായിരുന്നില്ല, അകത്തുള്ളവർ പുറത്തേക്കും. എന്നാൽ എം.എൻ. ഗോവിന്ദൻ നായർ എന്ന മനുഷ്യസ്നേഹി, പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിൻ്റെ പര്യായമായി മാറിയ എം.എൻ. പ്രതിരോധങ്ങളെയും വിയോജിപ്പുകളെയും മറികടന്ന് ആ ഉൾപ്രദേശത്തേക്ക് നടന്നു കയറി. പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് മുന്നിൽ അറിവ് എന്ന വിളക്ക് കൊളുത്തിവെച്ചു. അധികൃതരുടെ ചുവപ്പ് നാടകൾ ഓരോന്നായി അഴിച്ചെടുത്തു. മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ശ്രദ്ധാവിലാസം സ്കൂളിന് തറക്കല്ലിട്ടു. ഗാന്ധിയുടെ വരവും പിന്തുണയും എം.എൻ. ഗോവിന്ദൻ നായരിൽ കൂടുതൽ സാമൂഹ്യ ഉത്തരവാദിത്വം സൃഷ്ടിച്ചു. തേവപ്പുലയിൽ നൽകിയ സ്ഥലത്ത്
പമ്പയാറ്റിലൂടെ ഒഴുകി വന്ന തടി ശേഖരിച്ച് ഓലപ്പുരകൾ നിർമ്മിച്ചതിനും നേതൃത്വം നൽകിയത് പന്തളം മുളയ്ക്കൽ നാരായണപിള്ള ഗോവിന്ദൻ നായർ. പന്തളത്തിനടുത്ത് ചേരിക്കലിലെ ഈ സ്കൂൾ ആരിലും അത്ര കൗതുകം ജനിപ്പിച്ചെന്ന് വരില്ല. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉറഞ്ഞു നിന്നിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു പള്ളിക്കൂടം നിരന്തര പ്രയത്നത്തിലൂടെ സ്ഥാപിച്ച എം.എൻ. ഒരു ജനതയെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ക്ഷണിച്ചു കയറ്റുകയായിരുന്നു. അതുകൊണ്ടാണ് ആസൂത്രിതമായ ബിംബവൽക്കരണങ്ങൾ വിസ്മൃതിയിലകപ്പെടുമ്പോൾ എം.എൻ.നും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ദർശനങ്ങളും പ്രായോഗികതയും കാലാന്തരത്തിൽ കൂടുതൽ സമകാലികമാകുന്നത്, അധികം രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ വെളിവാക്കുന്നത്. അന്നാരംഭിച്ച ശ്രദ്ധാവിലാസത്തിൽ പഠനം തുടങ്ങി ഉന്നത വിജയങ്ങൾ നേടിയവർ ഇന്ന് ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലുമുണ്ട്. സ്വന്തം രക്തത്തിലെ ഇടതുപക്ഷ ചായ്വ് എം.എൻ. അരക്കിട്ടുറപ്പിച്ചത് ഇങ്ങനെയാണ്. ലക്ഷം വീട് പദ്ധതി അന്നത്തെ കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പുതിയ പ്രകാശമെത്തിച്ചു. സ്വന്തമായി വീട്, ഒരു തരി മണ്ണ്, ഇതൊന്നും സ്വപ്നം കാണാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു ജനസമൂഹത്തെ എം.എൻ.ന്റെ ദീർഘദർശിത്വം കാന്തിക പ്രസരമുള്ളതാക്കി മാറ്റി. വിതയ്ക്കുന്നവർ കൊയ്യുകയും വിളവെടുക്കുകയും വിറകടുപ്പ് എരിയുകയും ചെയ്യുന്ന ഒരു കാലമാണ് തന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് എം.എൻ. ഗോവിന്ദൻ നായർ ലക്ഷ്യം വെച്ചത്. അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുമ്പോൾ അദ്ദേഹം ക്ഷീണമറിഞ്ഞില്ല, വിശപ്പും ദാഹവും അറിഞ്ഞില്ല. മധ്യവർഗ ഉപരിവർഗ സമൂഹങ്ങളുടെ തിളക്കത്തിൽ നിന്നും മണ്ണിന്റെ അവകാശികളിലേക്കുള്ള ഒരു ഇറങ്ങിനടപ്പായിരുന്നു അത്. പുന്നപ്പുറ വയലാർ സമരമുൾപ്പെടെ ജീവിച്ചിരുന്ന കാലത്ത് നടന്ന സമരങ്ങളിലൊക്കെ എം.എൻ. മുൻനിര പോരാളിയായി നിലകൊണ്ടു. 1957 കേരള ചരിത്രത്തിൽ അവിസ്മരണീയമായ വർഷമാണത്. ലോകത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്ന ദേശമായി കേരളം അറിയപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എൻ. ഗോവിന്ദൻ നായരായിരുന്നു. ജനാധിപത്യത്തിന്റെ ഓരോ ജാലകവും തുറന്നിട്ട് പാർട്ടിയെ ഊർജ്ജസ്വലമാക്കി നയിച്ചതിന്റെ മുന്നിൽ എം.എൻ. ഉണ്ടായിരുന്നത്. ഒപ്പം നടന്ന പാർട്ടി പ്രവർത്തകരുടേത് മാത്രമല്ല, വിയോജിപ്പുള്ളവരുടെയും മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞ സംഘടനാ പാഠവും കർമ്മശേഷിയും ഓരോ ചുവടിലും എം.എൻ. പ്രകടിപ്പിച്ചു. അന്നത്തെ EMS മന്ത്രിസഭ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഒരിടത്തും നടക്കാത്ത മാറ്റങ്ങൾ ജനജീവിതത്തിൽ സൃഷ്ടിച്ചു. അതിന്റെ ചാലകശക്തിയായി മാറാൻ ഓരോ പാർട്ടി പ്രവർത്തകന്റെയും പേരെടുത്ത് വിളിച്ചിരുന്ന എം.എൻ. കഴിഞ്ഞു. 1957 തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. ആ നിലപാടിനു പിന്നിലെ എം.എൻ.ന്റെ ആത്മവിശ്വാസം മറ്റുള്ളവരെ ഏറെ സ്വാധീനിച്ചിരുന്നതായി ആ ചരിത്രത്തിനൊപ്പം നടന്നവർ ഓർത്തെടുക്കാറുണ്ട്. മന്ത്രി എന്ന നിലയിൽ കാലാതിവർത്തിയായ നിശ്ചയങ്ങളാണ് എം.എൻ. സ്വീകരിച്ചിരുന്നത്. മന്ത്രിയായ കാലത്ത് സ്വീകരിച്ച തീരുമാനങ്ങളൊക്കെ മലയാളിയുടെ ജീവിതം അരികെ നിന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു നേതാവിൻ്റെതായിരുന്നു. എം.എൻ.ന്റെ മുന്നിലെത്തിയ ഓരോരുത്തരുടെയും രാഷ്ട്രീയ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതായിരുന്നില്ല. കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ഓണത്തിനൊരു പറ നെല്ല് തുടങ്ങിയ നവീനവും ആകർഷകവുമായ പദ്ധതികൾ എം.എൻ. ഓരോ ഘട്ടത്തിലും ആവിഷ്കരിച്ചു. കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ, ജനകീയ പങ്കാളിത്തത്തോടെ ഇടുക്കിയിൽ നടപ്പിലാക്കിയ വൈദ്യുത പദ്ധതി, ഇവയൊക്കെ ഭാവിയെ ദീർഘദർശനം ചെയ്ത ഒരു നേതാവിന്റെ പ്രവർത്തനങ്ങളിൽ ചിലതു മാത്രമാണ്. മണ്ണിന്റെ മണവും മനുഷ്യന്റെ കൂറും തിരിച്ചറിഞ്ഞ നാട്ടുമനുഷ്യരായിരുന്നു എം.എൻ.ന്റെ രാഷ്ട്രീയ നിലപാടുകളെ രൂപപ്പെടുത്തിയത്. ഇടതുപക്ഷം ഇന്ത്യയിൽ സ്വീകരിക്കേണ്ട നയപരമായ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ വിശ്വസിച്ച നേതാവ് കൂടിയായിരുന്നു എം.എൻ. ഗോവിന്ദൻ നായർ. പലതവണ ജയിൽ ചാടുകയും പീഡനമനുഭവിക്കുകയും മനുഷ്യർക്കു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്ത എം.എൻ.ന്റെ വ്യക്തിത്വം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നെന്ന് സമകാലികർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനവ വിമോചനത്തിന്റെ മഹാപ്രവാഹത്തിലെ ഒരു തുള്ളി, അങ്ങനെയാണ് എം.എൻ. തന്റെ ജീവിതത്തെ വിശേഷിപ്പിക്കുന്നത്. 1984 അന്തരിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അപരിഹാര്യമായ നഷ്ടം.